മന്ത്രിയാക്കാമെന്ന് പറഞ്ഞ് MLA-യുടെ കയ്യിൽ നിന്ന് 3 കോടി രൂപ തട്ടാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത ഇന്നലെ പുറത്തു വന്നു. വിദ്യാ ബാലകൃഷ്ണൻ MLA-യുടെ എലത്തൂർ MLA ആണ്. നമ്മുടെ ശശീന്ദ്രനെ തോൽപ്പിച്ച ആളാണ് വിദ്യാ ബാലകൃഷ്ണൻ. വളരെ പ്രമുഖ വനിതാ നേതാവാണ്. യൂത്ത് കോൺഗ്രസ് ആണോ അതോ കോൺഗ്രസ് ആണ്. നവരം പിടിക്കുകയാണ്. അവർ ഈ വളരെ ശ്രദ്ധേയമായ ഒരുപാട് പിന്നെ എന്താണ് നേട്ടങ്ങളൊക്കെ ഉള്ള അതിൽ പിടിക്കുകയായിരുന്നു അവർ. MLA-യുടെ ഇത് സംബന്ധിച്ച് സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി. ഈ വിളിച്ച നമ്പറിൻ്റെ ഉടമയെ കണ്ടെത്താൻ അന്യസംസ്ഥാനത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. സൈബർ തട്ടിപ്പുകാർ വിളിച്ചു എന്ന് പറയുന്നത് ജൂലൈ 6-നാണ്. ഈ MLA പരാതി കൊടുക്കുന്നത് ജൂലൈ 11-നാണ്. എന്നിട്ട് ഇത് രഹസ്യമാക്കി വെച്ചു. ഈ പരാതി കൊടുത്ത വിവരം രഹസ്യമാക്കി വെച്ചു. പക്ഷേ ഇത് പോലീസിൽ നിന്ന് ഈ വിവരം ചോർന്ന് കിട്ടിയ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ലേഖകൻ ഇന്നലെ ഈ വാർത്ത മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചതോടെയാണ് ഇത് പുറം ലോകം അറിയുന്നത്. എന്തുകൊണ്ട് ജൂലൈ 6-ന് വിളിച്ച ഈ കോൾ സംബന്ധിച്ച് ജൂലൈ 11 വരെ പരാതി നൽകാൻ MLA കാത്തിരുന്നു എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. അത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താണെന്നറിയോ? ഈ ജൂലൈ 11-ന് ഇത് കൊടുത്തിട്ടും ഇന്നലെയൊക്കെ വന്നപ്പോൾ എത്ര 15 അതുവരെ ഈ സംഭവം പത്രങ്ങളിലൂടെ അല്ലാതെ ഇത് പുറം ലോകം അറിഞ്ഞിട്ടില്ല. KPCCക്ക് അവർ പരാതി കൊടുത്തിട്ടില്ല, അതുപോലെ DCCയിൽ അറിയിച്ചിട്ടില്ല, ആരെ അറിയിച്ചിട്ടില്ല. അപ്പോൾ ചുരുക്കി പറയുമ്പോൾ ഇതിനകത്ത് എന്തോ ഒരു തട്ടിപ്പുണ്ട്. തട്ടിപ്പെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താണ് ഈ MLA പരാതി കൊടുക്കാൻ വൈകിയത് എന്നുള്ള ഒരു ചോദ്യം നമുക്ക് ഉത്തരം കിട്ടാതെ മാത്രമല്ല അത് രഹസ്യമാക്കി വെച്ചു എന്നുള്ളതും കൂടെയാണ്. ശരിക്കും പറഞ്ഞാൽ നാട്ടുകാർ അറിയേണ്ടതാണ്, നമ്മുടെ നാട്ടിൽ എല്ലാമാരും അറിയേണ്ടതാണ്. അതെ, ഇത്തരത്തിലുള്ള എനിക്ക് തോന്നുന്നത് ഇത് മറ്റു പല MLA-മാരെ ഇതുപോലെ ഫോൺ കോൾ കിട്ടിയിട്ടുണ്ട്. 3 MLA-മാർ കൂടി ഇതുപോലെ ഫോൺ കോൾ ചെന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ വിളിച്ച ഒരു നമ്പർ, ഇന്ന് ആ നമ്പരൊക്കെ മാതൃഭൂമി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വിളിച്ച നമ്പറിൽ നിന്നും ഇവർക്ക് ഫോൺ കോൾ ചെന്നപ്പോൾ ഇവരോട് പറഞ്ഞത് എന്താണ്? ഇവർ 3 കോടി രൂപ തന്നാൽ നിങ്ങളെ മന്ത്രിയാക്കാം, അതിനുള്ള സംവിധാനം നമ്മൾ റെഡിയാക്കുകയാണ്, പുനഃസംഘടിപ്പിക്കാം, അപ്പോൾ നിങ്ങളെ മന്ത്രിയാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ പരാതിയിൽ പറയുന്നത് ഇവരപ്പോൾ ഉടനെ ഇത് തട്ടിപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ 3 കോടി കൊടുക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു സ്റ്റിംഗ് ക്യാമറ ഓപ്പറേഷൻ ആകാൻ സാധ്യതയുണ്ട്. സ്റ്റിംഗ് ക്യാമറ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ക്യാമറ ഇല്ലാത്ത സ്റ്റിംഗ് ക്യാമറ, ഫോണിലൂടെ വിളിച്ച് കുരുക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നത്. വീഡിയോ കോളാണോ വിളിച്ചതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അല്ല, അതിനെക്കുറിച്ച് അറിയില്ല. വീഡിയോ കോളാണോ ഇതാണോ എന്നറിയില്ല. അവരെ ഫോണിലൂടെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ വിളിച്ചിട്ട് ഇനി വാട്സപ്പ് കോൾ ആണെങ്കിൽ അങ്ങനെ, അല്ലാത്ത കോളാണെങ്കിൽ എന്താണെങ്കിൽ ഇവർ പരാതി കൊടുക്കാൻ താമസിക്കും. മാത്രമല്ല ഞാൻ ഇതിന് തയ്യാറാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു. അവിടെയൊക്കെയാണ് നമുക്കൊരു സംശയം വരുന്നത്. ആരാണ്, എന്താണ്, ഏതാണ്? മാത്രമല്ല പ്രിയങ്ക ഗാന്ധി MP-യുടെ ഓഫീസിൽ വിളിച്ചിട്ടാണ് ഈ MLA-യുടെ നമ്പർ കിട്ടിയെന്ന് പറയുന്നത്. അല്ല, അതൊരു കാരണം നമുക്കറിയാം. പ്രിയങ്ക ഗാന്ധിയുടെയൊക്കെ അവർ അതീവ സുരക്ഷയുള്ള ആളാണ് നെഹ്റു കുടുംബത്തിൽ. ഇപ്പോൾ എല്ലാവരും തന്നെ അവിടെ വിളിച്ചിട്ട് നിങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെ നമ്പർ തരുമെന്ന് സാധാരണക്കാരനെ അല്ലെങ്കിൽ തട്ടിപ്പാരനെ വിളിച്ച് ചോദിച്ചാൽ നമ്പർ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പ്രിയങ്ക ഗാന്ധിയല്ലേ ഈ MP-യുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് അവിടെ നിന്ന് ഈ വിദ്യയുടെ നമ്പർ ചോദിക്കുന്നു. അപ്പോൾ അതിനുശേഷം ഈ വിദ്യാ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ MLA ഈ MP-യുടെ ഓഫീസിൽ വിളിച്ചപ്പം ഇതുപോലെ കോള് വന്നിരുന്നെന്നും അവർ നമ്പർ കൊടുത്തിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ തന്നെ പോലെ മറ്റ് 3 പേർക്ക് കൂടി ഇതുപോലെ കോൾ ചെയ്യുന്നതായിട്ട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അവിടെ നമുക്കിത് മനസ്സിലാക്കാത്തത്. അപ്പോൾ ഇതുപോലുള്ള കോള് മിക്ക MLA-മാർക്കും ചെന്നിട്ടുണ്ടാവാം. ഈ 3 കോടി രൂപ കൊടുത്താൽ മുഖ്യമന്ത്രിയാക്കാം. ഇനിയും ഇത് വല്ല കുതിരക്കച്ചവടത്തിൻ്റെയും ഭാഗമാണോ അതോ സ്റ്റിംഗ് ഓപ്പറേഷൻ്റെ ഭാഗമാണോ അതോ ആരെങ്കിലും ഇവരെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നൊന്നും ഉള്ളതിൽ ഒരു വ്യക്തതയില്ല. MLA-യുടെ ഈ പെരുമാറ്റവും ദുരൂഹം. ഏതായാലും അതെ, മാത്രമല്ല രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് സാധ്യത കുറവാണ്. കാരണം ഇവർക്ക് വലിയ ഭൂരിപക്ഷമുണ്ട് UDF-ന്. പെട്ടെന്ന് അങ്ങനെയൊന്നും ആർക്കും മറച്ചിടാൻ കഴിയില്ല. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഒന്ന് അന്വേഷിക്കേണ്ടത്. ഇത് ശരിക്കും കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിക്കേണ്ടതാണ്. കാരണം ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു MLA ആണ്, MP ആണ്, വയനാടിൻ്റെ MP ആണ്. അവർ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നേതാവാണ്. അങ്ങനെയുള്ള ആളുകളുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഏതോ സംഘങ്ങൾ തട്ടിപ്പ് നടത്താൻ ഇറങ്ങി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത് നിർബന്ധം കണ്ടെത്തണം. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു MLA-ക്ക് മന്ത്രിയാക്കാമെന്നും പറഞ്ഞ് MLA-യോട് കോഴ ചോദിക്കുന്നത്. അപ്പോൾ ഈ കോഴ ചോദിക്കുമ്പോൾ ആ ചോദിച്ച ആളോട് MLA അനുകൂല സ്വരത്തിൽ സംസാരിക്കുകയും ചെയ്തു.
പക്ഷേ എന്നിട്ടും ഇവർ പറയുന്നത് ഞാൻ ഇവരുടെ മനസ്സിരിപ്പ് അറിയാൻ വേണ്ടി സംസാരിച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ എങ്കിട്ടും 5-6 ദിവസം എന്തിനാണ് കാത്തിരുന്നത് പരാതി കൊടുക്കാൻ? പണ്ട് ഡൽഹിയിൽ ഒരു കുപ്രസ്ഥമായ നഗർവാല കേസുണ്ട്. പണ്ട് നഗർവാല എന്നൊരു തട്ടിപ്പായിരുന്നു. അയാൾ എന്തിനാതി കൊടുക്കാനാണെന്ന് പറഞ്ഞ ഒരാളിനെ കൈക്കൂലി വെച്ചിട്ടുണ്ട്. അത്രയും ധൈര്യമുള്ളവർ അന്നത്തെ കാലത്ത് പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അയാളെ പിടികൂടി. അതൊരു വലിയ വിവാദ സംഭവമായിരുന്നു. കേരളത്തിലും ഇത് പലയിടത്തും സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പല നേതാക്കന്മാരേക്കും ഇത്തരത്തിലുള്ള അമളികൾ പറ്റിയിട്ടുണ്ടെന്നാണ്. ഇവർക്ക് കിട്ടാനുള്ള പൈസ മറ്റുള്ളവർ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. പക്ഷേ അന്നത്തെ പോലെ ഇന്ന് ഡിജിറ്റൽ യുഗത്തിലെ കാലത്ത് അത്ര എളുപ്പത്തിൽ അങ്ങനെ ആരും പറ്റിക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ സംശയം. ഇത് സൈബർ തട്ടിപ്പുകാരുടെ രീതിയല്ല. കാരണം സൈബർ തട്ടിപ്പുകാർ ചെയ്യുന്നത് ഒന്നുകിൽ വെർച്വൽ അറസ്റ്റ്, അല്ലെങ്കിൽ നമ്മളെ വിളിച്ചിട്ട് പിന്നെ OTP ചോദിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. നമുക്ക് അറിയാം, ഇവിടെ വലിയ വലിയ പ്രമുഖനായ ഒരു ബിഷപ്പിനെ സൈബർ തട്ടിപ്പുകാർ വെർച്വൽ അറസ്റ്റിൽ വെച്ചിരുന്നത് 2 ദിവസമാണ്. ആലോചിക്കണം. ഗീവർഗീസ് മാർ കൂറിലോസ് എന്ന് പറയുന്ന നിരണം ഭദ്രാസനാധിപൻ യാക്കോബായ സഭയുടെ അദ്ദേഹത്തിൻ്റെ അതിനെക്കുറിച്ചുള്ള വിശദീകരണം കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് സത്യത്തിൽ അദ്ദേഹത്തോട് ഒരു സഹതാപമല്ല തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആധികാരികമായി സംസാരിക്കുന്ന, ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളെക്കുറിച്ചും അറിയുന്ന, എല്ലാത്തെക്കുറിച്ച് താത്വികമായി സംസാരിക്കുന്ന ഇടത് സഹയാത്രികനാണ്. അങ്ങനെ ഒരാൾ അതിന് തലേന്നത്തെ 2 ദിവസത്തെ പത്രങ്ങളിൽ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വിളിച്ചു ചേർത്തിട്ട് പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് പറഞ്ഞത് പ്രകാരം സകലമാന ചാനലുകളിലും പത്രങ്ങളിൽ ഈ സൈബർ തട്ടിപ്പുകാരെ സൂക്ഷിക്കണമെന്നും പറഞ്ഞു. ഇവിടെയും പല ആളുകൾ വിളിച്ചു പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇടത്താണ് ഇദ്ദേഹം അവരുടെ കെണിയിൽ പെട്ടു എന്ന് മാത്രമല്ല 15 ലക്ഷം രൂപ പുള്ളിയുടെ പോകും. അപ്പോൾ അദ്ദേഹം പറയുന്നത് ബാത്റൂമിൽ രാവിലെ പോകുമ്പോൾ ക്യാമറ ആ ബാത്റൂമിന് നേരെ തിരിച്ചു വെക്കണം, കൈയൊക്കെ ഇത് എടുത്ത് കാണിക്കണം, കൈയൊക്കെ ഫ്രീ ആണെന്നുള്ളത് കാണിക്കും. ഈ 2 ദിവസം ഈ ബിഷപ്പ് വിർച്വൽ അറസ്റ്റിൽ നിന്നു എന്നുള്ളതാണ്. എന്നിട്ട് അവസാനം ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പോയി പരാതി കൊടുത്തു. വല്ല കാര്യമുണ്ടോ? എന്നിട്ട് ഇത് മാധ്യമങ്ങളെ വിളിച്ചു ചേർത്ത് അദ്ദേഹം പറയാണ് നാണം കെടാനുള്ളത് നാണം കെട്ടു, പിന്നെ പൈസയും പോയി. അങ്ങനെ വരുന്ന സൈബർ തട്ടിപ്പുകാരാണ്. നമുക്കറിയാം, സംഗീത സംവിധായകൻ ജെറി അമൽദേവിനെ ഇതുപോലെ വിർച്വൽ അറസ്റ്റിൽ എന്നിട്ട് ബാങ്ക് മാനേജറുടെ ഒറ്റ വെടിക്കൊണ്ടാണ് അത് പരാജയപ്പെട്ടത്. അന്ന് നമ്മളിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇവരൊക്കെ ഉന്നത ശ്രേണിയിൽപ്പെട്ട ആൾക്കാരാണ്, ലോകവിവരമുള്ള ആൾക്കാരെന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ ഇവരാരും ഈ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച് അറിയുന്നില്ലേ എന്നുള്ളത് എന്താണെന്നറിയാമോ? ഈ പഴയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൈബറിൻ്റെ കള്ളക്കളികൾക്ക് മനസ്സിലാകില്ല. നമ്മളിങ്ങനെ കാണുമ്പോൾ AI ഓരോ സുന്ദരിമാരെ പടച്ചു വിട്ടിട്ട് ഹായ് ചേട്ടാ എനിക്കൊരു ലൈക്ക് വരുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ മുതിർന്ന ആളാണ് ലൈക്കിന് ഹായ് ചക്കരയെന്നൊക്കെ വിളിക്കാൻ പോകുന്നത്. പുതിയ പിള്ളേർക്ക് കണ്ട മനസ്സിലായത് AI ആണെന്നുള്ളത്. അതെ, അതാണ് എൻ്റെ പ്രശ്നം. ഇവർക്ക് അറിയില്ല, ഇവർക്ക് എൻ്റെ സാധുല അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് പലർക്കും അമളി കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ സൈബർ തട്ടിപ്പിന് ഇരയാകുന്നത് ഡോക്ടർമാരെയാണ് ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നത്. ഒരുപാട് ഡോക്ടർമാരുടെ പരാതി വന്നിട്ടുണ്ട്. ഇതുപോലെ ഈ ഡോക്ടർമാരുടെ ലക്ഷക്കണക്കിന് രൂപ ഇവർ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പരാതി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സൈബർ തട്ടിപ്പുകളുടെ രീതി വെച്ച് നോക്കുമ്പോൾ ഇതൊരു സൈബർ തട്ടിപ്പിനുള്ള സാധ്യതയില്ല. ഇതിൻ്റെ ഈ വിളിയും മാത്രമല്ല, ഇതൊരു കേരള നമ്പറിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. ഈ വിളിയും ഈ സംസാരവും എല്ലാം ഒരു ട്രാപ്പാണ്. അതെ, ശരിക്കും ഒരു ട്രാപ്പാണ്. ആ ട്രാപ്പ്, അതാണ് ഞാൻ പറഞ്ഞത്, അത് സ്റ്റിങ് ഓപ്പറേഷനാണോ അതോ വേറെ കുതിരക്കച്ചവടങ്ങൾ വല്ലതും ലക്ഷ്യമിട്ടിട്ടാണോ അതോ ഇനി ഇവരുടെ മനസ്സറിയുന്നതിന് വേണ്ടി ഈ കോൺഗ്രസ്സുകാർ തന്നെ ഒപ്പിച്ച പണിയാണോ എന്നൊന്നും നമുക്കറിയില്ല. വിദ്യാബാലകൃഷ്ണൻ ആദ്യമായിട്ടാണ് ഇത്തവണ MLA ആയത്. അതെ, അവർ നേരത്തെ MLA ആയിരുന്നിട്ടില്ല, ആദ്യമായിട്ടാണ്. ഇനി 2 നേരം കൂടെ വിളിച്ചു എന്ന് പറയുമ്പോൾ അതൊന്നും അന്വേഷിക്കേണ്ടത്. ഇത് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണോ സീനിയേഴ്സ് ആണോ എന്നുള്ളത് അന്വേഷിക്കേണ്ടത്. ഓക്കെ, എനിക്ക് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട്. എന്താണെങ്കിലും ഇത് വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചർച്ചയല്ല, ഒരു അന്വേഷണം, വിശദമായൊരു അന്വേഷണം ആവശ്യമാണ്. ഇത് ആര് ലക്ഷ്യമിട്ടു? സ്റ്റിങ് ഓപ്പറേഷൻ ആണെങ്കിൽ അങ്ങനെ, ഇനി പ്രാങ്ക് ആണെങ്കിൽ അങ്ങനെ. പക്ഷെ ഇതിനൊക്കെ ഉപരി എന്തുകൊണ്ട് MLA ഈ പരാതി നൽകാൻ വൈകി എന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം കൂടി വേണ്ടതാണ്.